ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. നൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളൊരു പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾക്ക് മീനും ഇറച്ചിയും, ഏത് തരം ഇറച്ചിയായാലും ഏത് തരം മീനായാലും നമ്മൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമ്മളുടെ മീനിന് ഒരു കേടും വരില്ല. അത് തന്നെയല്ല, ഒരു ബാക്ടീരിയ അതേപോലെ അണുബാധകൾ ഒന്നും സംഭവിക്കാതെ നമ്മൾക്ക് മീനൊക്കെ ഫ്രഷായിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാനാണ്. മീനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീസറിൽ അതേപോലെ തന്നെ കൊണ്ടുവെക്കുമ്പോൾ അത് കുറേയൊക്കെ കഴിയുമ്പോൾ അതിലേക്ക് അണുക്കൾ കയറാനും അതേപോലെ ബാക്ടീരിയ ഉണ്ടാവാനും നമ്മൾക്ക് രോഗങ്ങൾ വരാനൊക്കെ ഒരുപാട് ചാൻസ് കൂടുതലാണ്. നമ്മൾ ഈ ഒരു രൂപത്തിൽ മീനായാലും ഇറച്ചിയായാലും ഏത് തരം ഇറച്ചികളായാലും നമ്മൾ ഇതേ ഒരു രൂപത്തിൽ നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് സമയത്ത് നമ്മൾ എടുക്കുകയാണെങ്കിലും നല്ല ഫ്രഷായിട്ടും അതേപോലെ തന്നെ ഒരു രോഗബാധ ഫംഗസും ഇല്ലാതെ നമ്മൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ ഗുഡ് ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടെ നമ്മൾക്ക് ധൈര്യമായിട്ട് മീൻ കഴിക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ഫ്രീസറിൽ മീനും ഇറച്ചിയൊക്കെ വെക്കുമ്പോൾ ഇതേ ഒരു രൂപത്തിൽ നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. നമ്മൾക്ക് എപ്പോഴും നമ്മളുടെ ആരോഗ്യമാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടത്. നമ്മൾക്ക് ആരോഗ്യത്തിന് ഒരു ദോഷം വരില്ല. ഈ ഒരു രൂപത്തിൽ നമ്മൾ മീനും ഇറച്ചിയൊക്കെ വെക്കുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യുക. മീനും ഇറച്ചിയൊക്കെ നമ്മളെപ്പോഴും ഫ്രീസറിൽ വെക്കുമ്പോൾ ഇതേപോലെ വെക്കുക. നമ്മൾക്ക് വയറിനും ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ല ഹെൽത്താണ്. ഒരു പ്രോബ്ലം നമ്മൾക്ക് ഉണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു മാസത്തെ ഷോപ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളിതെല്ലാം കുറച്ച് കൂടി കൂടുതലായിട്ട് നമ്മൾ വാങ്ങിച്ച് വെക്കാറാണ്. എല്ലാവർക്കും അറിയായിരിക്കാം, എന്നാലും അറിയാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ അറബികളൊക്കെ എന്ന് പറയുന്ന ഒരു മാസത്തെ ഷോപ്പിംഗ് ആണ് അവർ ചെയ്യുക. അപ്പോൾ അവർ ഇതേ ഒരു രൂപത്തിലാണ് അവർ മീനും ഇറച്ചിയൊക്കെ സ്റ്റോറേജ് ചെയ്യുക. അപ്പോൾ ആ ഒരു വിധത്തിലാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത്. അറിയുന്നവരുണ്ടാവാം, അറിയാത്തവർക്ക് വേണ്ടി. അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഇവിടെ ഇപ്പം നല്ല ചൂടാണ്. അപ്പോൾ നമ്മൾക്ക് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ മിനറൽ വാട്ടർ ഒഴിച്ചിട്ട് തന്നെയാണ് ഇതേപോലെ വെച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളൊരു കണ്ടെയ്നറിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, തണുത്തത്. അതിനുശേഷം നമ്മൾക്ക് ഒരു കഷ്ണം ലെമൺ ഇതേപോലെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മളുടെ ചിക്കനോ ബീഫോ മട്ടനോ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് മട്ടനാണ് ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായിട്ടിത് വെള്ളം മുകളിലായിട്ട് വരണം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുമ്പോൾ നമ്മൾക്ക് കറി വെക്കുന്ന ഏത് ടൈമിൽ നമ്മൾ എടുത്ത് നോക്കിയാലും അതേ ഒരു ഫ്രഷ്നെസ്സോട് കൂടി തന്നെ നമ്മൾക്ക് എടുക്കാൻ പറ്റും. ഒരിക്കലും നമ്മളിതൊന്നും കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കാൻ പാടില്ല. ആ ഒരു ബ്ലഡോട് കൂടി തന്നെ നമ്മൾ ഇതേപോലെ വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇറച്ചിയും മീനൊക്കെ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു രൂപത്തിൽ നമ്മൾ വെക്കുക. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് മൂടി വെച്ച് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ വെച്ചെടുക്കുകയാണെങ്കിൽ ഇതിന് നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ഒരു ബാക്ടീരിയ ഒന്നും ഉണ്ടാവില്ല. ഈ മട്ടൻ്റെ ഒരു സ്മെല്ലുണ്ടാവും, അതുപോലും ഈ ലെമൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് അതുപോലും അതിലുണ്ടാവില്ല. ഇതേ ഒരു രൂപത്തിൽ നിങ്ങളും മട്ടനൊക്കെ വെച്ച് കൊടുക്കുക. അതേപോലെ ഇനി ഞാൻ ചിക്കനാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ളതും കറി വെക്കാനുള്ളതും രണ്ട് രൂപത്തിലാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഒരു കണ്ടെയ്നറിലേക്കാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾക്ക് വേറൊരു ഗുണം കൂടി ഇതിലുണ്ട്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതേപോലെ ഒരു കണ്ടെയ്നറിലേക്ക് ഞാൻ ഇതേപോലെ ഒരു കഷ്ണം ലെമൺ ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് നമ്മൾക്ക് ഈ ചിക്കൻ്റെ പീസുകളും ഇട്ട് കൊടുക്കാം. ഇവിടെയൊക്കെ ഇപ്പോൾ നല്ല ചൂടാണ്, 50 ഡിഗ്രി ഒക്കെയാണ് ചൂട്. നമ്മൾക്ക് പൈപ്പിലെ വെള്ളമൊക്കെ എടുത്ത് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കറി വെക്കേണ്ട ആവശ്യമില്ല. അത്രയ്ക്ക് ചൂടാണ്. പൊക്കയാണ് വെള്ളത്തിൽ നിന്ന് വരുന്നത്, തിളച്ച വെള്ളം പോലെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ തണുത്ത മിനറൽ വാട്ടർ തന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇതും ഞാൻ അതേപോലെ ഒരു കഷ്ണം ലെമൺ ഇട്ട് അതിലേക്ക് വെള്ളവും ഒഴിച്ച് ഇതും ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇനി ബാക്കി കൂടെ നമ്മൾക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിന് നമ്മളുടെ കയ്യിലൊക്കെ പഴയൊക്കെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് ഹെൽത്തി ആയിട്ടും ആരോഗ്യത്തോടു കൂടി ഭക്ഷണം കഴിക്കാം. അതേപോലെ നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും. ഒരിക്കലും ഒരു സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഫ്രീസറിലൊക്കെ വെച്ചെടുക്കുമ്പോൾ എപ്പോഴും ഒരു സ്മെല്ലുണ്ടാവാറുണ്ട്. ഇങ്ങനെ നിങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിലൊരു തരി പോലും സ്മെല്ലൊന്നും ഉണ്ടാവില്ല. നിങ്ങളെല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക. നമ്മുടെ ആരോഗ്യം നമ്മളെപ്പോഴും കാത്തു സൂക്ഷിക്കുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും വയറിനൊക്കെ ഇപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാവും. ഛർദി, വയറിളക്കം, അതേപോലെ തന്നെ വയറുവേദന
അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് കര കയറാൻ പറ്റും. ഈ ഒരു രൂപത്തിൽ നമ്മൾക്ക് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളെ കറണ്ട് ബില്ല് കുറയ്ക്കലാണ്. ഇങ്ങനെ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുമ്പോൾ ഇതിൽ നന്നായിട്ട് ഐസ് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് നമ്മൾക്ക് കുറഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും തുറക്കലും അടക്കലും ഫ്രിഡ്ജ് ചെയ്യുമ്പോൾ ഒരുപാട് കറണ്ട് അതിൻ്റെ തണുപ്പൊക്കെ പോയി കഴിയുമ്പോൾ വീണ്ടും കംപ്രസർ നല്ല ശക്തിയോടെ തന്നെ കറണ്ട് വലിച്ചെടുക്കും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ വെച്ചെടുക്കുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് കറണ്ട് ബില്ല് അത്ര വരില്ല. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. ഇത് ഭയങ്കര യൂസ്ഫുൾ ഉള്ളതാണ്. നമ്മളിങ്ങനെ ഇനിയിപ്പോൾ മീനും ഒന്നും നമുക്ക് സ്റ്റോറേജ് ചെയ്യാനില്ലെങ്കിൽ കുറച്ചധികം കുപ്പികളിലും അതേപോലെ പാത്രത്തിലൊക്കെ ഐസ് നമ്മൾ ആക്കി വെള്ളം വെച്ച് ഐസ് ആക്കിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ഫ്രീസറിലും ഫ്രിഡ്ജിലൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോഴും നമ്മൾക്ക് എപ്പോഴും ഫ്രിഡ്ജ് അടക്കലും തുറക്കലൊക്കെ ആകുമ്പോൾ ഒരുപാട് കറണ്ട് നമുക്ക് നഷ്ടമാവും. എപ്പോഴും കംപ്രസർ അതീവ ശക്തിയോട് കൂടി തന്നെയാണ് കറണ്ട് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ പാത്രത്തിലൊക്കെ വെള്ളമാക്കി അത് ഐസ് കട്ടയാക്കിയിട്ട് ഇരിക്കും തോറും നമ്മളുടെ ഫ്രിഡ്ജിൽ എപ്പോഴും നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു തണുപ്പിൽ നമ്മളുടെ കംപ്രസർ ഒരുപാട് വർക്ക് ചെയ്യില്ല. തണുപ്പ് പുറത്തേക്ക് പോകുമ്പോഴാണ് നമ്മളെ കംപ്രസർ ഒരുപാട് കറണ്ട് വലിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് എത്ര പ്രാവശ്യം ഫ്രിഡ്ജ് അടച്ചാലും തുറന്നാലും ഒരു തരി പോലും കറണ്ട് നമ്മൾക്ക് ആവശ്യമില്ലാതെ നഷ്ടമാവില്ല. അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നമ്മൾ വെറുതെ എന്തിനാണ് പൈസ നഷ്ടമാക്കുന്നത്? എല്ലാവർക്കും യൂസ്ഫുള്ളായിരിക്കും ഈ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്യുക, റിസൾട്ട് കിട്ടും.